മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ തട്ടിപ്പ് വീരൻ എൽദോയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്നാൽ ആ വീഡിയോ പ്രചരിച്ചതിൻ്റെ ഭാഗമായി കൗൺസിൽ ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം ഇറക്കുകയുണ്ടായി. ആ സർക്കുലർ അതിൻ്റെ ഒരു കോപ്പി ഇന്നാണ് എൻ്റെ കയ്യിൽ ലഭ്യമാകുന്നത്. അപ്പോൾ ഈ സർക്കുലറിൻ്റെ കോപ്പി ലഭ്യമാകുന്ന മുറയ്ക്ക് ഞാനതിന് മറുപടി തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സർക്കുലർ ഒന്ന് വായിച്ച് അതിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങളൊന്ന് വിശദമായി പഠിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാവരും കേട്ടിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് 20/11/2024 ഇതിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോയെ സംബന്ധിച്ച് ബാധിക്കുന്ന ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ആ സർക്കുലറിൻ്റെ 7ഉം 8ഉം ഖണ്ഡികയാണ് ഈ വിഷയം പ്രതിപാദിക്കുന്നത്. ഇങ്ങനെയാണത്. 7ാമത്തെ ഖണ്ഡിക: MCPF ട്രഷറർ റവറൻ എൽദോ NMന് എതിരെയുള്ള സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ സത്യസന്ധമല്ലെന്ന് കൗൺസിലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് സഭാവിശ്വാസികൾ മനസ്സിലാക്കി ഇത്തരം ദുഷ്പ്രചരണങ്ങളാൽ വഞ്ചിതരാകരുത് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. 8ാമത്തെ ഖണ്ഡിക: മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഐക്യതയെ തകർക്കുകയും ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും മനോവീര്യം കളയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ദൈവവചനത്തിന് വിരുദ്ധമായി ബ്രദർ ഐസക് പോൾ പുറത്തിറക്കുന്ന ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾക്കെതിരെ ദൈവമക്കൾ ജാഗരൂകരായിരിക്കുകയും അത്തരം വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യാതിരിക്കുകയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഞാൻ ചെയ്ത വീഡിയോയെ സംബന്ധിച്ചുള്ള സർക്കുലർ. ഇവിടെ ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഞാൻ മാത്രമല്ലല്ലോ സംസാരിച്ചിട്ടുള്ളത്. അതൊരു ഫോൺ സംഭാഷണമായിരുന്നു. ആരുമായിട്ടുള്ളത്? മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജോൺ കാഞ്ഞിരമലയിൽ എന്ന് പറയുന്ന അച്ഛനുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. ആ ഫോൺ സംഭാഷണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. ഇവിടുത്തെ വിഷയം കുന്നുമ്മേലച്ഛൻ്റെ അലവൻസ് എന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ തട്ടിപ്പ് നടത്തി എന്നാണ് ഞാൻ ആരോപിക്കുന്നത്. അത് ഈ പറയുന്ന ട്രഷററായി പ്രവർത്തിക്കുന്ന NM എൽദോയാണ് അതിൻ്റെ ആള് എന്നാണ് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത്. അതങ്ങനെ തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. കാരണം നിങ്ങൾ ഒന്നുകൂടെ ആ വീഡിയോ ഒന്ന് കേൾക്കണം. അതൊരു ഫോൺ സംഭാഷണമാണ്. അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനുള്ള ലിങ്ക് കൂടി ആഡ് ചെയ്യുന്നതാണ്. അതിൽ വളരെ കൃത്യമായി ജനറൽ സെക്രട്ടറി പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന്, കുന്നുമ്മേലച്ഛന് അലവൻസ് നൽകുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അത് ജനറൽ സെക്രട്ടറി സമ്മതിക്കുന്നു. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു, എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ 1-2 തീയതിക്കുള്ളിലാണ് ഈ പൈസ തരേണ്ടതെന്നും എന്നാൽ പലപ്പോഴും പകുതി ആ മാസത്തെ പകുതിക്ക് ശേഷം ആണ് ഈ പൈസ നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്.
അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു, ഈ പൈസ ഓഗസ്റ്റ് മാസം 16-ാം തീയതി പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ തീർത്ത് ഈ മാസത്തെ മുഴുവൻ പൈസയും കൂടെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. കൊടുക്കണം, അങ്ങനെ ചെയ്തോ എന്ന് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കൃത്യമായി സന്ദേശം കേൾക്കുന്നവർക്കറിയാം അതിനകത്ത് സത്യം എന്താണെന്ന്. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി അദ്ദേഹത്തെ വെളുപ്പിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. ഈ സർക്കുലറിൽ പറയുന്നു, കൗൺസിൽ പരിശോധിച്ചു, അതിനകത്ത് തെറ്റ് കണ്ടില്ല. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞത് എന്താ? പിന്നെ ആരാ ഇതിനകത്ത് തെറ്റ് ചെയ്തത്? ഞാനാണോ? ഞാനെന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ചെയ്തത് ഒരു സത്യം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. നിങ്ങളുടെ ഒരു തട്ടിപ്പിനെ പുറത്തു കൊണ്ടുവരികയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ ഈ കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അച്ഛൻ സമ്മതിച്ചു, ജനറൽ സെക്രട്ടറി സമ്മതിച്ചു. ഒന്ന്, കുന്നുമ്മേലച്ഛൻ്റെ, വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, കുന്നുമ്മേലച്ഛന് കൊടുക്കാനുള്ള അലവൻസ് പലപ്പോഴും സമയബന്ധിതമായി കൊടുത്തിട്ടില്ല, കൃത്യമായ സമയങ്ങളിൽ കൊടുത്തിട്ടില്ല. ഈ എൽദോ ട്രഷറർ വന്നതിന് ശേഷം സമ്മതിച്ച കാര്യമാണല്ലോ. രണ്ട്, മരണശേഷം ആ മാസത്തെ മുഴുവൻ പൈസയും കൊടുക്കാൻ പറഞ്ഞിട്ട് ആ പൈസ കൊടുത്തില്ല. ഇതും സമ്മതിച്ച കേസാണല്ലോ. ഇതല്ലേ തട്ടിപ്പെന്ന് ഞാൻ പറഞ്ഞത്. അതിന് ഇനി ആകെപ്പാടെ പറയാവുന്ന കാരണം എന്ന് പറയുന്നത് പൈസ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആ കാരണം പോലും എന്നോട് പറയാൻ പറ്റത്തില്ല, പറയാൻ പാടില്ല എന്നാണ് അച്ഛൻ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഞാനും പാറപ്പുഴ അച്ഛനും കൂടിയാണ് ഈ കാര്യങ്ങൾ എൽദോസിനോട് പറയുന്നത്. അപ്പോൾ എൽദോസിനോട് ചോദിച്ചപ്പോൾ ആ പൈസ കൊടുത്തു എന്നാ പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അച്ഛൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛൻ തന്നെ സമ്മതിച്ച ഈ കാര്യം തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും 3 മാസത്തിന് ശേഷം നവംബർ മാസം 13-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ ഇടണമെങ്കിൽ അത് തട്ടിപ്പല്ലേ നടത്തിയേക്കണേ? അത് തട്ടിപ്പല്ലേ നടത്തിയേക്കണേ? അവർ തന്നില്ലല്ലോ. ആ പൈസ തരാതെ ഞാൻ ഈ കാര്യം പരാതി പറഞ്ഞപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പൈസ അവിടെ കൊണ്ടിട്ടത്. ഇപ്പം നിങ്ങൾ പറയുന്ന ന്യായം ഞാൻ മുഖവിലേക്ക് അങ്ങ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ്? അവിടെ പൈസ ഇല്ല, ശരി, സമ്മതിച്ചു. അപ്പം ഞാൻ പാറപ്പുഴ അച്ഛനോടും കൂടെ ഈ വിഷയങ്ങളൊന്ന് ചോദിച്ചു. അച്ഛനും കൂടെ കൂടിയാണല്ലോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, അപ്പോൾ എന്തായിരുന്നു അന്നത്തെ അവസ്ഥ, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഇതുവരെയുള്ള അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന് നോക്കണം, മുഴുവൻ പെൻഡിങ്ങും മാറ്റി, എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആ പെൻഡിങ് ഉൾപ്പെടെ ഈ മാസത്തെ എന്ന് വെച്ചാൽ അച്ഛൻ മരിച്ച ഓഗസ്റ്റ് മാസം 16-ാം തീയതിയിലെ ആ മുഴുവൻ പൈസയും, അപ്പോൾ നിലവിൽ വേറെ പെൻഡിങ് ഒന്നുമില്ല, ആ ഒരു മാസത്തെ ഓഗസ്റ്റ് മാസത്തെ പൈസയാണ് കിട്ടാനുള്ളത്. അത് എത്രയും വേഗം കൊടുക്കണം. അത് കൊടുക്കുക മാത്രമല്ല, നേരിട്ട് ചെന്ന് എൻ്റെ കയ്യിൽ കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. കാരണം ഇനി പൈസ കൊടുക്കുന്നില്ലല്ലോ, ഇനി പൈസ തരാനില്ലല്ലോ. അപ്പോൾ ഈ അധ്യായം ഇവിടെ ക്ലോസ് ആവുകയാണ്. ഇനി ഇങ്ങനെ പിതാവിനൊരു അലവൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ഇത് ക്ലോസ് ചെയ്യണം. അതെന്നോട് നേരിട്ട് വന്ന് പറഞ്ഞ് ഈ പൈസയും കയ്യിൽ തന്ന് കാര്യങ്ങൾ തീർക്കണമെന്നാണ് പറഞ്ഞത് എന്നാണ് പാറപ്പുഴ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാം. ഫോൺ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാം, ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യം ചോദിക്കാം. ഇനി അന്നേരം ഈ എൽദോ പറഞ്ഞു എന്ന് പറയുന്നു, പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ അതിനുള്ള മാർഗം അങ്ങടെ അവർ പറഞ്ഞു. അവർ പറഞ്ഞ ഒന്നാമത്തെ മാർഗം, തൽക്കാലം എൽദോസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ പൈസ എടുത്ത് മറിച്ച് കൊടുക്കുക, അത് ഇന്ന് തന്നെ കൊടുക്കുക. 2, ഇനി എൽദോസിൻ്റെ കയ്യിലില്ലെങ്കിൽ ഉടുമ്പന്നൂർ സഭയിൽ നിന്ന് ആ പൈസ എടുത്ത് അച്ഛൻ്റെ അലവൻസ് തീർത്തിരിക്കണം. ഇത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എൽദോസിനെ പറഞ്ഞ് മനസ്സിലാക്കി ചട്ടം കെട്ടിയതാണെന്നുള്ളതിന്
പാറപ്പുഴ അച്ഛൻ തെളിവ് പറയുന്നുണ്ട്. ഈ 2 അച്ഛന്മാരും ഈ കാര്യത്തിൽ സത്യസന്ധമായിട്ട് ആദ്യമേ പറഞ്ഞു പോയി, യാഥാർത്ഥ്യം പറഞ്ഞു, സത്യം പറഞ്ഞു. ആ സത്യത്തെ ഇനി മൂടി വയ്ക്കാൻ, ഇനി ഈ മൂടി വെച്ചെങ്കിലേ ഈ പറയുന്ന പ്ലാച്ചറെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞ സത്യവും കൂടെ സത്യമല്ല എന്ന രീതിയിൽ കൗൺസിലിന് ബോധ്യപ്പെട്ടു. എന്ത് ബോധ്യപ്പെട്ടു? കൗൺസിലിന് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, ഞങ്ങൾക്കും ബോധ്യപ്പെടണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനി കൃത്യമായ മറുപടി കിട്ടണം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല, സമ്മതിക്കുന്നു. ഞാൻ ഞങ്ങളുടെ മുഖവിലേക്ക് അങ്ങ് എടുക്കുക. നിങ്ങൾ പറയുന്നു MCPFൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ നവംബർ മാസം 2024 നവംബർ മാസം 14-ാം തീയതി വരെയുള്ള നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് കാണിക്കണം. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് കാണിക്കണം. ബാങ്കിൽ 0 അക്കൗണ്ട് ആണെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ബോധ്യപ്പെടണമല്ലോ. ബാങ്കിൽ പൈസ ഇല്ലായിരുന്നു ആയിരിക്കാം. കാരണം നിങ്ങൾ കിട്ടുന്ന പൈസ ഒന്നും നിങ്ങളെല്ലാം ബാങ്കിലേക്ക് കൊണ്ടുവന്ന് എപ്പോഴും ഇടുന്നില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ തന്നെയാണല്ലോ അധികം വെച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നിരിക്കാം, ബാങ്കിലേക്ക് ഇട്ടില്ല. ബാങ്കിലേക്ക് ഇട്ടില്ലെങ്കിലും 0 ബാലൻസ് വരും. ഇനി കയ്യിൽ പൈസ ഉണ്ടായിരിക്കുകയും നിലവിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം റിക്കാർഡിക്കലി പൈസ അവിടെ വന്നിട്ടില്ല. ഇനി ആ സമയത്ത് ഏതെങ്കിലും വരവ് രസീത് പരിശോധിച്ചാൽ അറിയാം അവിടെ എത്രമാത്രം ആ മാസത്തിൽ ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ അവിടെ വന്നിട്ട് ഏതെങ്കിലും വരവുകൾ വന്നിട്ടുണ്ടോ, ആ വരവുകൾ ബാങ്കിൽ വന്നിട്ടുണ്ടോ. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന കാലഘട്ടത്തിലെ രസീത് പരിശോധിക്കണം, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം. ഇത്രയും കാര്യങ്ങൾ എടുത്താൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അതായത് പൈസ അവിടെ ഇല്ല എന്നുള്ളതാണ് കാര്യമെങ്കിൽ നമുക്കത് മനസ്സിലാവും. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്ന പ്രവൃത്തി വെച്ച് ഇതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പൈസ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അടുത്ത നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുകയും കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്യേണ്ടതല്ലേ? കമ്മിറ്റി അറിഞ്ഞിട്ടില്ലെന്നല്ലേ പറയണേ? ഞാൻ നിങ്ങളോട് ഇത് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത് 3 മാസത്തിന് ശേഷമാണ്. ആ 3 മാസത്തിന് ശേഷം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അന്വേഷണം നടത്തി ഈ പൈസ കൊണ്ടിട്ടത്. അത് നിങ്ങൾ മറന്നുപോയോ? അപ്പോൾ ഈ 3 മാസം വരെ പൈസ എവിടെയായിരുന്നു? ഇനി ഞാൻ അന്വേഷിച്ചില്ലെങ്കിൽ ഈ പൈസ ആരുടെ കയ്യിൽ ഇരിക്കുമായിരുന്നു? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവൻ തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാന്ന് പറഞ്ഞത്. ഇനിയിപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെങ്കിൽ അതിന് ഞാനാണോ ഉത്തരവാദി? ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ ഉടുമ്പന്നൂർ സഭയിൽ ഈ സർക്കുലർ വായിച്ചപ്പോൾ ഏതോ ഒരു വിശ്വാസി അദ്ദേഹത്തോട് ചെന്ന് പേഴ്സണലായിട്ട് ചോദിച്ചു, ഇതെന്നാ ഈ പറയണ കാര്യങ്ങൾ എങ്ങനെയാണ് ശരിയാകുന്നത്? ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ ഇതിനെ പോലെ ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള വിവരങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയണ എൽദോ പ്ലാച്ചർ പറയുകയാണ് അത് കാഞ്ഞിരമല അച്ഛൻ നുണ പറഞ്ഞതാന്ന് അദ്ദേഹത്തോട്. ഇപ്പം ഇതിൽ ആരാ നുണ പറഞ്ഞേ? ഒന്നുകിൽ ഈ അച്ഛന്മാർ പറയണത് മുഴുവൻ നുണ, ഈ പാസ്റ്റർ പറയണത് ശരി. പാസ്റ്റർ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്തെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ നവംബർ മാസം 14-ാം തീയതി വരെയുള്ള രസീതുകളും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും കൊണ്ടുവരണം. അത് ഹാജരാക്കുക. അന്നേരം എന്നിട്ടാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയേണ്ടത്, പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കണം. ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ ഈ തട്ടിപ്പ് അത് തട്ടിപ്പല്ലെന്ന് നിങ്ങൾക്ക് വരുത്തി തീർക്കാൻ നിങ്ങളുടെ ആ ഒരു ത്വര, അല്ലെങ്കിൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന ആ ആത്മാവ് ഏത് ആത്മാവാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ അച്ഛ, എന്തിനാ ഈ കള്ളത്തരം കാണിക്കണേ? അറിയാതെ സത്യം പറഞ്ഞു പോയല്ലോ നിങ്ങൾ. ആദ്യം സത്യസന്ധമായിട്ട് അച്ഛൻ ആദ്യം ഉള്ള കാര്യം പറഞ്ഞു.
ആ പറഞ്ഞത് ഞാൻ റെക്കോർഡ് പോലും ചെയ്തെടുത്തില്ലെങ്കിൽ, റെക്കോർഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുമായിരുന്നു? നിങ്ങളെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ മുഴുവൻ നുണയുടെ കൂമ്പാരമല്ലേ? നിങ്ങൾ അസത്യത്തിൻ്റെ കൂമ്പാരമാണ്. ഈ ഇതിനകത്തിരിക്കുന്ന സകല അംഗങ്ങളും, ഈ കൗൺസിൽ അംഗങ്ങളും, ഇതിനകത്തുള്ള സകല ഭാരവാഹികളും, ഇവരെല്ലാം നുണയും കള്ളത്തരത്തിൻ്റെയും ഭോഷ്കിൻ്റെയും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നുവെന്നാണ് നിങ്ങളുടെ ഈ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാണ് ഈ കാരണങ്ങളാൽ ഐസക് പോളാണ് ദൈവവചന വിരുദ്ധമായി കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ട് അത് ആർക്കും ഫോർവേഡ് ചെയ്യരുതെന്ന്. ഈ തട്ടിപ്പ് എന്നെ സാധാരണക്കാരൻ എന്നാ മനസ്സിലാവില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നെ ബാക്കിയുള്ളവന്മാരെല്ലാം മൊണ്ണകളാണെന്ന് വിചാരിച്ചോ? നിങ്ങളെപ്പോലെ പൂച്ച കണ്ണു അടച്ച് പാല് കുടിക്കുന്നു എന്ന് പറയണ പോലെ നിങ്ങൾക്ക് ഉള്ള പരിപാടിയല്ലേ നിങ്ങൾ ഈ കാണിക്കണത്? എന്തിനാച്ചാ ഈ പരിപാടി കൊണ്ട് ഇങ്ങനെ നടക്കണേ, ഈ തട്ടിപ്പുമായിട്ട് നടക്കണത്, അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നത്? നിങ്ങൾക്ക് അന്തസ്സും ആഭിജാത്യവും ഉള്ളവരാണെങ്കിൽ, സത്യവും നീതിയും ഉള്ളവരാണെങ്കിൽ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. അത് നിങ്ങളുടെ അപ്പോസ്തലൻ നിരയിലേക്ക് വരുമ്പോൾ കൂടുതൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഇതെടുക്കണം. ഒരു അപ്പോസ്തലനെയൊക്കെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററെയൊക്കെ എതിരെ ചെയ്യാൻ 2 or 3 സാക്ഷികൾ മതി എന്നാണ് പറഞ്ഞത്. അതിലൊരു സാക്ഷി അച്ഛനാ, രണ്ടാമത്തെ സാക്ഷി പാറപ്പുഴ അച്ഛൻ, മൂന്നാമത്തെ സാക്ഷി ഞാൻ. ഈ 3 പേര് പോരെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ? ഈ പറയുന്ന കള്ളൻ എൽദോയ്ക്കെതിരെ സാക്ഷി അച്ഛൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ ജനറൽ സെക്രട്ടറി ആയ അച്ഛൻ തന്നെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു. പാറപ്പുഴ അച്ഛനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, പാറപ്പുഴ അച്ഛനും പറഞ്ഞു. പിന്നെ ഞാനല്ലേ പരാതി പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെ സമ്മതിച്ചു. എന്ത് സമ്മതിച്ചു? ഞങ്ങൾ കൗൺസിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ ഇദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്തായി? ഇദ്ദേഹത്തെ ഇത്രയും കാര്യങ്ങൾ ഏൽപ്പിച്ചതാണോ? കുന്നുമേലച്ഛൻ്റെ ലാസ്റ്റ് മാസത്തെ അലവൻസ് എത്രയും വേഗം, അത് അന്ന് തന്നെ നിങ്ങൾ തീരുമാനിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞേക്കണേ. 16-ാം തീയതി തന്നെ തീരുമാനിച്ച് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു എന്നോ പറഞ്ഞേക്കണേന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഒന്നോടെ കേട്ടു നോക്കിയോ ആ സന്ദേശം, ഈ ഡിസ്ക്രിപ്ഷനകത്ത് ഇടുന്നുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തുന്നത്. എന്നിട്ട് അവനെ വെള്ളം പൂശാൻ വേണ്ടി കൗൺസിലിൽ അതിൻ്റെ വലിയ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. നാണമില്ലേ ഈ ഗവേഷണക്കാരാ നിങ്ങൾക്ക്? നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത്? നിങ്ങൾ ആരുടെ എന്ത് കണ്ടുപിടിച്ചെന്നായി പറയണേ? എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് സർക്കുലർ ഇറക്കിയേക്കുവാണ്, യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ. ഈ 12-ാം തീയതിയോ ഡിസംബർ 12-ാം തീയതി അങ്ങാണ്ട് നിങ്ങളുടെ ബോർഡ് യോഗം കൂടുന്നുണ്ടല്ലോ. നിങ്ങളുടെ മൂക്കിന് താഴെ മീശയുള്ള ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, തൻ്റെയോടും ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ട് അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. നിങ്ങളായാലും വലിയ പൊതുയോഗം കൂടുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും ചുണയുണ്ടെങ്കിൽ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ഈ നുണ പൊളിച്ചടുക്കി ഇവനെ ചാടിച്ചു വിടാൻ നോക്ക്. 2-3 കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ആ കേസ് എന്താണെന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണമെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണമെന്ന് പറയണം. ആരാ നുണ പറയണമെന്ന് അറിയണം. ഈ സത്യം പറയുന്ന ആരാണ്, നുണ പറയുന്ന ആരാണ് നിങ്ങൾ അറിയണം. അപ്പോൾ ഈ ഭോഷ്കിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും ദൈവികവുമായിട്ടുള്ള യാതൊരു ബന്ധത്തിലും അല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന വൃത്തികേടുകൾ മുഴുവൻ സാത്താന്യമാണ്. നിങ്ങൾ കാണിക്കുന്നതാണ് സാത്താന്യം. നിങ്ങളാണ് പിശാചിൻ്റെ പുറകെ നടക്കുന്നത്. നിങ്ങളാണ് നുണ പറയുന്നത്. നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കഴിയുമെങ്കിൽ തെളിയിക്ക്, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ. എന്നിട്ടൊരു സർക്കുലർ ഇറക്കി ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി വച്ചേക്കുക. ശരിയായിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ സത്യം മറച്ചു വെക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ സത്യം മറച്ചു വെക്കുന്നത്? സത്യമില്ലാത്ത നിങ്ങളുടെ കൂടെ ഏത് ദൈവം ഉണ്ടെന്നാണ് പറയണേ? നിങ്ങളുടെ കൂടെ ഏത് പരിശുദ്ധാത്മാവായിരിക്കണം? അതൊന്ന് പറഞ്ഞേ. സത്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ സത്യം ഇല്ലാത്തവൻ്റെ കൂടെ, ഈ നുണ പറയുന്നവൻ്റെ കൂടെ ഏത് ആത്മാവ് ഉണ്ടെന്നാണ് പറയുന്നത്?
അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ കാര്യത്തിൽ ചിന്തിച്ച് കൃത്യമായ കാര്യം, ഇപ്പം ഞാൻ വസ്തുനിഷ്ഠമായി നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ 2-3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ കള്ളൻ, അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛന്മാർ കള്ളൻ, അല്ലെങ്കിൽ പാസ്റ്റർ കള്ളൻ, ഈ പറയുന്ന എൽദോ പ്ലാച്ചർ. ഇതിൽ 3 പേരല്ലേ? ഇതിനകത്ത് വേറെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ ഇറങ്ങുന്ന കുറേ സംഘങ്ങൾ, ഇത് വെറുതെ അല്ല നിങ്ങളെ കുറുവാ സംഘം എന്ന് വിളിക്കണത്. ഇത് തന്നെ നിങ്ങളുടെ പരിപാടി, നിങ്ങളുടെ തരി സ്വഭാവമായി കാണിച്ചുകൊണ്ടിരിക്കണേ ഈ എല്ലാവരുടെയും മുമ്പിൽ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, സത്യം മനസ്സിലായിട്ടുണ്ട്. അതൊന്നോടെ കേൾക്കണം. ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഞാനത്. ഒന്നോടെ നിങ്ങളത് കേൾക്കണം. അതിനകത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അതിനകത്ത് പറയുന്നുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാറപ്പുഴ അച്ഛനുമായിട്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാം. എന്നിട്ട് പറയുക ആരാണ് കള്ളത്തരം ചെയ്തത്, ഈ 3 മാസം ഈ പൈസ എവിടെ. ഇനി അന്ന് അച്ഛൻ തന്നെ ചോദിച്ചു, ഇതാരാ അച്ഛാ ഈ പരാതി പറഞ്ഞത്, ഇത് നിങ്ങളെങ്ങനെ അറിഞ്ഞു ഈ പൈസ ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ള വിവരം? അത് ഷോയി തന്നെയാണ് പറഞ്ഞത് എന്ന് അച്ഛൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പരാതി പറയുന്നത് വരെ ഈ പരാതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പൈസ പിന്നെ കാണൂല്ലോ, ലോകത്ത് ആരും അറിയില്ല ഇങ്ങനൊരു സംഭവം നടന്ന വിവരം പോലും. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിയണത്, അല്ലെങ്കിൽ കമ്മിറ്റി അറിയുന്നത്, കൗൺസിൽ അറിയുന്നത്. നിങ്ങൾ എടുത്ത് ഏൽപ്പിച്ചു കൊടുത്ത ഒരു തീരുമാനം അത് നടപ്പാക്കിയില്ല എന്നറിയുന്നത് ഞാൻ പറഞ്ഞ പിന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, പൈസ തരാനുള്ളവനാണെങ്കിൽ എന്നാണെങ്കിലും ഈ 3 മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വരവും ഉണ്ടാവാതിരിക്കണം ഇതിന് മുൻപത്തെ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണണം, നിങ്ങളുടെ ഈ ഗ്യാപ്പിനിടയ്ക്ക് വന്നിട്ടുള്ള രസീതുകൾ കാണിച്ചു തരണം. അപ്പോൾ അതുകൊണ്ട് ഈ കൃത്യമായ കാര്യങ്ങളും കൂടെ നിങ്ങൾ കാണിച്ചു തരണം. നിങ്ങൾ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്, ശുദ്ധ നുണയാണ്, എല്ലാവർക്കും മനസ്സിലാകും നിങ്ങൾ പറയുന്നത് ശുദ്ധ പോഷ്കാണെന്ന്. എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ കള്ളപ്പണം ഞാൻ കൈപ്പറ്റിയില്ലല്ലോ. ഞാൻ അറിയാതെ എൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടതല്ലേ, ഞാൻ വേണ്ടാതും പറഞ്ഞതല്ലേ. ഞാൻ എന്നിട്ട് തിരിച്ച് ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് തന്നിട്ടുണ്ടല്ലോ, അതിനുള്ള തെളിവുണ്ടല്ലോ. ഞാൻ ആ പണം വാങ്ങാത്തത് അത് തട്ടിപ്പിൻ്റെ പണമായതുകൊണ്ടാണ്. അത് ശാപം പിടിച്ച പണമാണ്, തട്ടിപ്പിൻ്റെ പണം. ആ പണം നമുക്ക് വേണ്ട, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് തന്നെ ശാപമായിട്ട്. അതുകൊണ്ട് കേൾവിക്കാർ വളരെ ശ്രദ്ധിച്ച് കേട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ബോധമുള്ളവരായി തീരുക. ഇനിയെങ്കിലും ഈ കള്ളന്മാർക്ക് ഒരു നയാ പൈസ കൊടുക്കരുതെന്ന് ഞാൻ വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ കള്ളന്മാരുടെ കയ്യിൽ നിങ്ങൾ പൈസ കൊടുക്കരുത്. ഇവർ തട്ടിപ്പ് സംഘമാണ്, യാതൊരു സംശയവും വേണ്ട. ഞാൻ വീണ്ടും പറയുന്നു, ഈ സഭ എന്നാണോ വളർന്നത് അന്ന് ഈ സഭയ്ക്ക് സാമ്പത്തികമായി അധപ്പതിച്ച് നിന്നപ്പോൾ, സാമ്പത്തികമായി ഒന്നുമില്ലാതിരുന്നപ്പോഴാണ് ഈ സഭ ഏറ്റവും ഭംഗിയായി വളർന്നത്. അത് ആദ്യത്തെ 5 വർഷം. എന്നാൽ എന്ന് മുതലാണോ ഈ സഭയിലേക്ക് പയ്യെ സാമ്പത്തികം വരാൻ തുടങ്ങിയത്, സമ്പത്തിൻ്റെ ഒഴുക്കുണ്ടായത്, അന്ന് മുതൽ ഇത് നശിച്ചു. നിങ്ങൾ പുറകോട്ട് ചിന്തിച്ചു നോക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ സഭയെ ആത്മാർത്ഥമായി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്തേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് സ്രോതസ്സ് അങ്ങ് നിർത്തുക. അന്നെങ്കിലേ ഈ സത്യം തെളിഞ്ഞു വരത്തുള്ളൂ. ശരിയായിട്ടുള്ള ഒരു കാര്യം ഇവന്മാരെ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഈ സാമ്പത്തിക സ്രോതസ്സ് അങ്ങ് അടച്ചു വെച്ചേക്കുക. നിങ്ങൾ 1 വർഷത്തേക്കൊന്ന് പരീക്ഷിച്ച് നോക്ക് എങ്ങനെ ഇരിക്കും കാര്യങ്ങളെന്നൊക്കെ. അതുപോലെ ട്രാൻസ്ഫർ വരുന്നുണ്ടല്ലോ, ഇവരെല്ലാം ആവശ്യത്തിനുള്ള നല്ല നല്ല സഭകളൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഏതെങ്കിലും ഈ പറയുന്ന കുറുവാ സംഘത്തിൽപ്പെട്ടവരാരെങ്കിലും ഏതെങ്കിലും ഒരു കുഞ്ഞു സഭ എടുത്ത് മാറുമെന്ന് നിങ്ങളൊന്ന് നോക്കിയോ, ഒന്ന് കാണാം. ഇവരൊക്കെ ഏറ്റവും വലുതും ഏറ്റവും ശമ്പളമുള്ള സഭയിൽ മാത്രമായിരിക്കും നിൽക്കുന്നത്. ബാക്കിയുള്ളവരെ ആയിരിക്കും ബാക്കിയുള്ള സ്ഥലത്തേക്ക് വിടുകയുള്ളൂ. നിങ്ങളല്ലെങ്കിൽ നോക്കിക്കോ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും തൻ്റെ ഇടമുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, നിങ്ങളുടെ
മൂക്കിന് താഴെ മീശയുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൊതുയോഗത്തിൽ, നിങ്ങളുടെ ബോർഡ് യോഗത്തിൽ ചോദിച്ച് ഇവന്മാരെ കൊണ്ട് സമാധാനം പറയിപ്പിക്കുക. ഈ കള്ളന്മാരുടെ കള്ളക്കളി അവസാനിപ്പിക്കുക. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതുകൊണ്ട് ഈ കേൾക്കുന്ന ഓരോരുത്തരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. പരമാവധി ഇവരുടെ കള്ളത്തരം ജനങ്ങളിലേക്ക് എത്തിക്കുക. ജനങ്ങൾ ബോധവാന്മാരാകട്ടെ. സത്യമുള്ള ഒരു സഭ ശരിയായ രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് വരട്ടെ.